മലയോരത്തെ അതികഠിനമായ തണുപ്പിനെ തീ കൊണ്ട് അകറ്റി തങ്ങളുടെ പ്രഭാത സവാരി മുടങ്ങാതെ നടത്തുകയാണ് മുക്കത്തെ വാക്കിംഗ് ക്ലബ്ബ് അംഗങ്ങൾ. ഇവർ പ്രഭാത സവാരി നടത്തുന്ന മുക്കം ഹൈസ്കൂൾ കുന്നിലാണ് തീ കൂട്ടി വ്യായാമത്തിനെത്തുന്നവർക്ക് സഹായമാവുന്നത്. ജില്ലയിലാകെ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നത്. തണുപ്പ് 15 ഡിഗ്രി വരെ എത്തിയതോടെ അതിരാവിലെ പ്രഭാത സവാരി ഉൾപ്പെടെയുള്ള വ്യായാമങ്ങളിൽ ഏർപ്പെട്ടിരുന്നവർ പലരും അത് നിർത്തുകയും ചെയ്തു. ഇതോടെ മുക്കത്തെ വാക്കിംഗ് ക്ലബ്ബ് അംഗങ്ങൾ പരമ്പരാഗത രീതിയിൽ തണുപ്പിനെ പ്രതിരോധിച്ച് നടത്തം തുടരുകയാണ്. പഴമക്കാർ തണുപ്പിനെ പ്രതിരോധിക്കാൻ തിരഞ്ഞെടുത്ത രീതിയായ വിറകും ചപ്പുചവറുകളും മറ്റും ഉപയോഗിച്ച് തീ കൂട്ടി തണുപ്പകറ്റുകയാണിവർ. വാക്കിംഗ് ക്ലബ്ബ് അംഗങ്ങൾക്ക് മാത്രമല്ല, മുക്കം ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ പ്രഭാത സവാരിക്ക് എത്തുന്നവർക്ക് കൂടി തണുപ്പിനെ മറികടക്കാനായാണ് മുക്കത്തെ പ്രഭാത സവാരി കൂട്ടായ്മ മുക്കം വാക്കിംഗ് ക്ലബ്ബിൻ്റെ നേതൃത്വത്തിൽ വിറകുകളും ചപ്പുചവറുകളും ഉപയോഗിച്ച് തീ കായാനുള്ള സൗകര്യമൊരുക്കിയത്. ഇത് പ്രഭാത സവാരിക്ക് എത്തുന്നവർക്ക് ഏറെ പ്രയോജനപ്രദവുമായി. ഈ അടുത്ത കാലത്തൊന്നും ഇത്ര തണുപ്പ് അനുഭവപ്പെട്ടിട്ടില്ലെന്നും പ്രഭാത സവാരിക്കാർ പറയുന്നു. നമ്മളെ മലയോര മേഖലയിൽ അതിശക്തമായ ശൈത്യമാണ്. രാവിലെ ഈ അടുത്ത കാലത്തൊന്നും നമുക്ക് ഇങ്ങനത്തെ ഒരു തണുപ്പ് കിട്ടിയില്ല. വളരെ ഒരു 3-4 ദിവസമായിട്ട് പ്രത്യേകിച്ചും വളരെ മരം കൊച്ചുന്ന തണുപ്പ് എന്നൊക്കെ പറഞ്ഞ മാതിരിയുള്ള ഒരു വലിയ തണുപ്പ്. അതിരാവിലെ എഴുന്നേൽക്കോടും നടക്കുന്ന ആളുകൾക്കൊക്കെ വലിയ തണുപ്പാണ്. നല്ല എന്താ പറയുക, നമ്മളെ കുട്ടിക്കാലത്തൊക്കെ ഉണ്ടായിരുന്ന ഒരു തണുപ്പും ഒരു അനുഭവം. അതുകൊണ്ടാണ് നമ്മളൊരു തീയൊക്കെ ഇട്ട് ഇവിടെ ഇങ്ങനെ ഇതൊന്ന് നോക്കിയത് എന്തൊക്കെയാണ് ഇതിൻ്റെ അവസ്ഥ എന്നുള്ളത്. പക്ഷേ എല്ലാവരും പറയുന്നുണ്ട്, എല്ലാവരും ജലദോഷവും പനിയൊക്കെ ആയിട്ട് അങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ട്. എന്തായാലും തണുപ്പ് സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പ് നമുക്കിപ്പോൾ ഒരുപാട് കാലത്തിനുള്ളിൽ കിട്ടിയതാണെന്ന്. മലയോര മേഖലയായ കക്കാടൻപൊയിൽ, പൂവാറൻതോട്, പുല്ലുരാമ്പാറ എന്നിവിടങ്ങളിൽ രാത്രികാലങ്ങളിൽ അതിശൈത്യമാണ് അനുഭവപ്പെടുന്നതെന്നും അതുകൊണ്ട് തന്നെ പ്രദേശങ്ങളിലെ റിസോർട്ടുകളിലെത്തുന്ന വിനോദസഞ്ചാരികൾ സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെയുള്ളവയിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കണമെന്നും റിസോർട്ട് ഉടമകളും പറയുന്നു. കഴിഞ്ഞ ദിവസം ഒരു റിസോർട്ടിലെത്തിയ വിനോദസഞ്ചാരി സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങിയപ്പോൾ കാലുകൾ മരവിച്ച് ഗുരുതരാവസ്ഥയിലായെന്നും റിസോർട്ട് ഉടമയായ മുക്കം സ്വദേശി വിജയൻ മരശാല പറഞ്ഞു. മലയോരത്ത് അതീവ ശൈത്യമാണ് ഇപ്പോൾ. കഴിഞ്ഞ ദിവസം നമ്മൾ റിസോർട്ടിൻ്റെ അടുത്ത് ഒരു റിസോർട്ടിൽ അവിടെ വന്ന ഒരാൾ കാല് കോച്ചിപ്പോയിന് രാത്രി പൂളിൽ ഇറങ്ങിയിട്ട്. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. പിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയതാണ് കാല് കോച്ചിപ്പോയിട്ട് കാരണം. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഈ രാവിലെയൊക്കെ നല്ല മഞ്ഞാണ്, അതീവ ശൈത്യമാണ് ഇപ്പോൾ എല്ലാ മേഖലയിലും. പ്രത്യേകിച്ച് പൂവാറൻതോട്, ആനക്കാമ്പൊയിൽ, കക്കാടംപൊയിൽ ഈ ഭാഗത്തൊക്കെ വളരെ ശൈത്യമാണ്, അതിശൈത്യം തന്നെയാണെന്ന് പറയാം. വരും ദിവസങ്ങളിൽ തണുപ്പ് ഇനിയും വർദ്ധിക്കുമെന്നാണ് വിലയിരുത്തൽ. തണുപ്പിനെ തുടർന്നുള്ള പനി, ജലദോഷം ഉൾപ്പെടെയുള്ള രോഗങ്ങളും മലയോരത്ത് വ്യാപകമാണ്. വാക്കിംഗ് ക്ലബ്ബ് അംഗങ്ങളായ രാജേശൻ വെള്ളാരംകുന്നത്ത്, ജമാൽ അത്തോളി, ആസാദ് മുക്കം, NKK നൌഷാദ്, ബഷീർ കേന്ദ്രം, VN ഷുഹൈബ് എന്നിവരാണ് തീ കായാനുള്ള സൗകര്യമൊരുക്കിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.